അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 24. 5 ദിവസം കഴിഞ്ഞ് മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരിൽ ചിലരെയും തെർത്തുല്ലോസ് എന്നു പേരുള്ള ഒരു അഭിഭാഷകനെയും കൂട്ടി കൈസര്യയിൽ വന്നു. അവർ പൗലോസിനെതിരായി തങ്ങൾക്കുണ്ടായിരുന്ന ആരോപണങ്ങൾ ദേശാധിപതിയെ ബോധിപ്പിച്ചു. പൗലോസിനെ അകത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഫെലിക്സിന്റെ മുമ്പിൽ തെർത്തുല്ലോസ് ആരോപണങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഈ കാര്യങ്ങളെല്ലാം സത്യമാണെന്നുറപ്പിച്ചുകൊണ്ട് യഹൂദർ കുറ്റാരോപണങ്ങളോടുകൂടി യോജിച്ചു. സംസാരിക്കുവാൻ ദേശാധിപതി ആംഗ്യം കാട്ടിയപ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു: അവിടുന്ന് അനേകം വർഷങ്ങളായി ഈ ദേശത്തിന്റെ ന്യായാധിപനായിരിക്കുന്നുവെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടുകൂടി എന്റെ പ്രതിവാദം നടത്തുകയാണ്. ഞാൻ ആരാധനയ്ക്കായി യെരൂശലേമിലേക്ക് പോയിട്ട് 12 ദിവസത്തിലധികമായിട്ടില്ല എന്ന് അങ്ങേക്ക് അന്വേഷിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. ഞാൻ ദൈവാലയത്തിൽ ആരോടെങ്കിലും തർക്കിക്കുന്നതായോ പള്ളിയിലോ നഗരത്തിൽ മറ്റെവിടെയെങ്കിലുമോ ജനക്കൂട്ടത്തെ ഇളക്കിവിടുന്നതായോ ഈ കുറ്റാരോപണം നടത്തുന്നവരിൽ ആരും കണ്ടിട്ടില്ല. എനിക്ക് നേരെ ഉന്നയിക്കുന്ന കുറ്റങ്ങൾ അങ്ങയുടെ മുമ്പാകെ തെളിയിക്കാൻ ഇവർക്ക് സാധ്യവുമല്ല. ഏതായാലും ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു: ഇവർ മതഭേദം എന്ന് പറയുന്ന ഈ മാർഗത്തിന്റെ അനുഗാമി എന്ന നിലയ്ക്ക് ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നു. ന്യായപ്രമാണത്തിന് ചേരുന്ന എല്ലാ കാര്യങ്ങളും പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നു. നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഇവർക്ക് ദൈവത്തിലുള്ള അതേ പ്രത്യാശ എനിക്കുമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പിൽ എന്റെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നു. പല വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്വന്തം ജനത്തിൽപ്പെട്ട ദരിദ്രർക്ക് വേണ്ടി ദാനങ്ങൾ കൊണ്ടുവരുന്നതിനും വഴിപാട് അർപ്പിക്കുന്നതിനുമായി യെരൂശലേമിൽ വന്നതാണ്. അതിലേർപ്പെട്ടിരിക്കെ ദൈവാലയാങ്കണത്തിൽ വെച്ച് അവരെന്നെ കാണുമ്പോൾ ഞാൻ ആചാരപരമായി ശുദ്ധിയുള്ളവനായിരുന്നു. എന്നോടൊപ്പം ഒരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏഷ്യ പ്രവിശ്യക്കാരായ ചില യഹൂദർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് എന്റെ നേരെ അന്യായമുണ്ടായിരുന്നെങ്കിൽ അവർ അത് അങ്ങയുടെ മുമ്പിൽ വന്ന് ബോധിപ്പിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്നപ്പോൾ എന്നിൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്തിയോ എന്ന് ഇവിടെയുള്ളവർ പറയട്ടെ. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വിസ്തരിക്കപ്പെടുന്നത് എന്ന് അവരുടെ ഇടയിൽ നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞതൊഴിച്ച് മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഈ മാർഗത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നിട്ടും സൈന്യാധിപനായ ലൂസിയാസ് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഫെലിക്സ് നടപടികൾ മാറ്റിവെച്ചു. പൗലോസിനെ കാവലിൽ സൂക്ഷിക്കണമെന്നും അതേസമയം അദ്ദേഹത്തിന് കുറെ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ സ്നേഹിതരെ അനുവദിക്കണമെന്നും ശതാധിപനോട് കൽപ്പിച്ചു. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഫേലിക്സ് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ ദുസില്ലയോടുകൂടി വന്നു. അദ്ദേഹം പൗലോസിനെ വരുത്തി. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. എന്നാൽ നീതി, ആത്മനിയന്ത്രണം, വരാനിരിക്കുന്ന ന്യായവിധി എന്നിവയെപ്പറ്റി പൗലോസ് വിശദമായി പ്രതിപാദിച്ചപ്പോൾ ഫേലിക്സിന് ഭയമായി. ഇപ്പോൾ ഇത്രയും മതി, നിങ്ങൾക്ക് പോകാം. സൗകര്യമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആളയക്കാം എന്ന് അയാൾ പറഞ്ഞു. അതേസമയം പൗലോസ് അയാൾക്ക് കൈക്കൂലി കൊടുക്കുമെന്ന് അയാൾ ആശിച്ചിരുന്നു. അതിനാൽ കൂടെ അദ്ദേഹത്തെ ആളയച്ചു വരുത്തി അദ്ദേഹത്തോട് സംഭാഷണം നടത്തുമായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഫേലിക്സിന്റെ പിൻഗാമിയായി പൊർക്യോസ് ഫെസ്തോസ് സ്ഥാനമേറ്റു. യഹൂദന്മാരോട് ആനുകൂല്യം കാണിക്കുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഫേലിക്സ് പൗലോസിനെ തടവുകാരനായി വിട്ടിട്ട് പോയി.